ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ മിക്ക സമയത്തും നമ്മുടെ ആവശ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഗോളോ അറിയാതെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നു, നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2-3 മാസക്കാലത്തിന് ശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് നല്ലതല്ല എങ്കിൽ നമ്മൾ അടുത്ത ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നു, അതിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും 5-6 മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെയും പെർഫോമൻസ് നല്ലതല്ല എങ്കിൽ നമ്മൾ അടുത്തൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നു. ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അവസാനം നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ 10 തൊട്ട് 25 മ്യൂച്വൽ ഫണ്ടോളമുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഓവറാൾ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ വരാതിരിക്കുകയും അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ പോലും ബീറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രത്തോളം വിശാലമായി കിടക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് ലോകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നല്ല പെർഫോമൻസ് കൊടുക്കുന്നത്, നല്ല റിട്ടേൺസ് സ്ഥിരമായി കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നല്ല മ്യൂച്വൽ ഫണ്ടുകളെ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കേണ്ട 4 പ്രധാനപ്പെട്ട മെട്രിക്സ് അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടായിരിക്കേണ്ട 4 ഗുണങ്ങളിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വാർട്ടൈലെ റാങ്കിങ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പിൽ ഒരു കാരണവശാലും നമ്മുടെ കൺമുന്നിൽ കാണാത്ത അല്ലെങ്കിൽ അതിലൊരിക്കലും ഉണ്ടാവാത്ത ഒരു പാരാമീറ്ററാണ് ക്വാർട്ടൈലെ റാങ്കിങ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ട് ഏറ്റവും മികച്ചതാണ് എന്നർത്ഥം. ക്വാർട്ടൈലെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച റിട്ടേൺ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അളവുകോലാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്വാർട്ടൈലെ റാങ്കിങ് 4 കാറ്റഗറി ഉണ്ട്. ഒന്നുകിൽ ടോപ്പ് റാങ്കിങ്ങിൽ വരാം, അല്ലെങ്കിൽ അപ്പർ മിഡിൽ, അല്ലെങ്കിൽ ലോവർ മിഡിൽ, അല്ലെങ്കിൽ ബോട്ടം. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ടോപ്പ് ആയിരിക്കില്ല, പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ബോട്ടം, ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ് ആണ് ബോട്ടം. ആ ബോട്ടം വരുന്ന അവസ്ഥ ഒരു 10 വർഷത്തെ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കണം. അങ്ങനെ വരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വാർട്ടൈലെ റാങ്കിങ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10 പ്രധാനപ്പെട്ട മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഡാറ്റ പുൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടേബിളിൽ കാണുന്ന പോലെ ആക്സിസിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് ഒരു എക്സാമ്പിൾ ആക്കി നോക്കാം. 2ാമത്തെ റോയിൽ വരുന്നത്. ഇതിൽ ആക്സിസിൻ്റെ മിഡ് ക്യാപ്പ് ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2016, 2022, 2023. അതായത് 3 പ്രാവശ്യമാണ് ആക്സിസിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് ബോട്ടം ക്വാർട്ടൈൽ റാങ്കിങ്ങിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആദിത്യ ബിർള നോക്കിക്കഴിഞ്ഞാൽ 1 പ്രാവശ്യം ബോട്ടം, 2ാമത്തെ പ്രാവശ്യം ബോട്ടം, 3ാമത്തെ പ്രാവശ്യം ബോട്ടം, 4ാമത്തെ പ്രാവശ്യം ബോട്ടം, 5ാമത്തെ പ്രാവശ്യം ബോട്ടം. 5 പ്രാവശ്യം ക്വാർട്ടൈലെ റാങ്കിങ്ങിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്. ഈ 10 വർഷത്തെ ഡാറ്റയിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ആദിത്യ ബിർള സൺ ലൈഫ് ഇൻഷുറൻസ് മിഡ് ക്യാപ്പിൻ്റെ ക്വാർട്ടൈലെ റാങ്കിങ് ആക്സിസ് മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാഡ് പെർഫോമറായിട്ട് നിൽക്കുന്നു എന്ന് നോക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കാവുന്നതാണ് എഡിൽ വൈസിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട്. എഡിൽ വൈസിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടം 1 പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 3 മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എഡിൽ വൈസ് മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ ക്വാർട്ടൈൽ റാങ്കിങ് അല്ലെങ്കിൽ എല്ലാ വർഷവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നത് എഡിൽ വൈസ് ആണെന്ന് ഈ ടേബിളിൽ 3 എക്സാമ്പിൾസ് സഹിതം നമുക്ക് പറയാം. മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടായിരിക്കേണ്ട 2ാമത്തെ ഗുണമെന്ന് പറയുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ അതിൻ്റെ ബെഞ്ച് മാർക്കിൻ്റെ മുകളിൽ മറികടക്കണം എന്നുള്ളതാണ്. ഞാൻ കമ്പാരിസന് വേണ്ടിയിട്ട് 2 മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നു. ഒന്ന് ആക്സിസിൻ്റെ ലാർജ് ക്യാപ്പ് ഫണ്ട്, ഇവിടെ കാണാൻ പറ്റും. 2ാമത് വരുന്നത് കൊടക്കിൻ്റെ ലാർജ് ക്യാപ്പ്. അത് ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 100 ആണ് ഇൻഡെക്സ്. ഇപ്പോൾ 3 കളേഴ്സിൽ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴെ വരുന്ന ബ്ലൂ കളർ എന്ന് പറയുന്നത് ഇതാണ് ആക്സിസ് നിൽക്കുന്ന ലൈൻ എന്ന് പറയുന്നത്. തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ് നിഫ്റ്റി 100 എന്ന് പറയുന്ന ലൈന്. അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഈ ലൈനാണ് കൊടക്കിൻ്റെ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ 5 വർഷത്തെ ഡാറ്റയുടെ കമ്പാരിസൺ എടുത്തു. 5 വർഷത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ഏറ്റവും താഴെ നിൽക്കുന്നത് ആക്സിസിൻ്റെ ഫണ്ടാണ്. ഏറ്റവും മിഡിൽ നിൽക്കുന്നത് നിഫ്റ്റി 100 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സിൻ്റെ മുകളിൽ റിട്ടേൺ തരാൻ ആക്സിസിൻ്റെ ലാർജ് ക്യാപ്പിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ മീനിങ് ഇല്ല. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ബെഞ്ച് മാർക്കിന് മുകളിലോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ റിട്ടേൺ കൊടുക്കണമെന്നുള്ള അങ്ങനെ കൊടുത്ത ഒരു ഫണ്ടാണ് കൊടക്കിൻ്റെ ലാർജ് ക്യാപ്പ്. കാരണം നിഫ്റ്റി 100 മുകളിൽ നിൽക്കുന്നു എന്നുള്ളത്. നിഫ്റ്റി 100 മുകളിൽ നിൽക്കുന്നത് ഒരു നല്ല സെലക്ഷനും നിഫ്റ്റി 100 താഴെ ഫണ്ടുകൾ നിൽക്കുന്നത് ഒരു ബാഡ് സെലക്ഷനും ആണെന്ന് പറയാം. മൂന്നാമത്തെ ടെക്നിക്കൽ പാരാമീറ്റർ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ ആണ്. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് അത്ര കണ്ട് ബോധവാന്മാരാവാത്തൊരു ടോപ്പിക്കാണ് പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ. മിക്ക സമയത്തും മാർക്കറ്റ് വീഴുന്ന സമയത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നമ്മളെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ ഫാളിനേക്കാൾ കൂടുതൽ അതിഭയാനകമായ രീതിയിൽ ഒരുപക്ഷെ മ്യൂച്വൽ ഫണ്ടിൻ്റെ താഴോട്ടുള്ള വീഴ്ച വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എത്ര ഡൈവേഴ്സിഫിക്കേഷനോട് കൂടിയാണ് ഇതിൻ്റെ മ്യൂച്വൽ ഫണ്ട് മാനേജർ ഈ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. 2 എക്സാമ്പിൾസിന് സഹിതം വീണ്ടും ഞാൻ എടുക്കുന്നു. ഒന്ന് മോത്തിലാൽ ഓസ്വാലിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് ഒരു എക്സാമ്പിൾ എടുക്കുന്നു, HDFCയുടെ മിഡ് ക്യാപ്പ് ഫണ്ട് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഹോൾഡിംഗ് സമ്മറി പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ മോത്തിലാൽ ഓസ്വാലിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടിൽ 28 തൊട്ട് 30 വരെയുള്ള സ്റ്റോക്കുകളാണ് സാധാരണഗതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ HDFC മിഡ് ക്യാപ്പിൽ അത് 65 തൊട്ട് 70% സ്റ്റോക്കുകളോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 28 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ആ 28 സ്റ്റോക്കുകൾ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് താഴോട്ട് വരുന്ന സ്പീഡ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ 65 തൊട്ട് 75 സ്റ്റോക്കുകൾ വെക്കുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകളായിരിക്കും നമ്മുടെ ക്യാഷ് പോയി ഇൻവെസ്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ താഴോട്ട് വരുന്ന സ്പീഡ് വളരെ കുറവായിരിക്കും. മുകളിലോട്ട് പോകുന്ന സ്പീഡും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ 2 മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് HDFC മിഡ് ക്യാപ്പ് ഒരു നല്ല ഓപ്ഷനായിട്ട് പറയാൻ പറ്റും. കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഏറ്റവും വേസ്റ്റ് കേസിലും ഏറ്റവും നല്ല കേസിലും കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ മോത്തിലാൽ മിഡ് ക്യാപ്പ് ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ടോപ്പ് 10 ഹോൾഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ 68 തൊട്ട് 72% വരെ അതിൻ്റെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ 10 സ്റ്റോക്കുകളിലാണ്. എന്നാൽ ആദ്യത്തെ 10 സ്റ്റോക്കിൽ HDFC മിഡ് ക്യാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 35 തൊട്ട് 38% ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും ഈ മെയ് മാസത്തെ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 197, അതായത് Paytm എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിലാണ് 7.7% ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ടോപ്പ് ഹോൾഡിങ്സ് HDFCയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ഫിനാൻഷ്യൽ 4.96% ഉള്ളൂ. അതായത് കോൺസെൻട്രേഷൻ ഒന്നിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മോത്തിലാൽ മിഡ് ക്യാപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് പെർഫോം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യും. എന്നാൽ HDFC മിഡ് ക്യാപ്പിലോട്ട് വരുമ്പോൾ ഒന്നിൽ കൂടുതലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഇൻസ്റ്റഡ് കുറേ സ്റ്റോക്കുകൾ കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസിന് കാര്യമായ പ്രശ്നങ്ങൾ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മോത്തിലാൽ മിഡ് ക്യാപ്പ് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാമെന്നുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ കമ്പാരിസൺസിന് വേണ്ടിയിട്ട് ടോപ്പ് 10 ഹോൾഡിങ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 57% ടോപ്പ് 10 ഹോൾഡിങ്സിൽ നിൽക്കുന്നു. എന്നാൽ മറ്റതിൽ 34% HDFCയിൽ നിൽക്കുന്നത്. മോത്തിലാലിൻ്റെ പകുതിയിലേറെ പൈസ നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ 500 രൂപ പോകുന്നത് ഇത്രയും കമ്പനികളിലോട്ടാണ്. എന്നാൽ നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 350 രൂപയെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകുന്നുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 7.6% ആണ് ഓരോന്നിലും കൊടുക്കുന്ന കോൺസെൻട്രേഷൻ. അത്രയും കൂടുതൽ ഒരു സ്റ്റോക്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇവർ നോക്കുന്ന സമയത്ത് വളരെ കുറേശ്ശെ ആയിട്ടാണ് ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൈവേഴ്സിഫിക്കേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഏതിലാന്ന് ചോദിച്ചാൽ HDFC മിഡ് ക്യാപ്പ് ആണെന്ന് പറയേണ്ടി വരും. 3 ഗുണങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4ാമത്തെ ഏറ്റവും ഫൈനലായിട്ടുള്ളതാണ് കാൽമൽ റേഷ്യോ. നിങ്ങൾ ഉപയോഗിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ റേഷ്യോ കാണാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്.
ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു മാറ്റർ കൂടിയാണ് കാൽമൽ റേഷ്യോ എന്ന് പറയുന്നത്. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR എന്ന് പറയും, ഡിവൈഡഡ് ബൈ ഡ്രോപ്പ് ഡൗൺ റേഷ്യോ. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫാൾ വരുമ്പോൾ എത്ര കണ്ട് അത് ഫാൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ പറയുന്നതാണ് മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയും. CAGR എന്ന് പറയുന്ന അതിൻ്റെ ഗ്രോത്ത് റേറ്റ്. ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേഷ്യോനെയാണ് നമ്മൾ കാൽമൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽമൽ റേഷ്യോ ഏറ്റവും മികച്ചതായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR കൂടുതലും മാക്സിമം ഡ്രോ ഡൗൺ താഴോട്ടുള്ള വീഴ്ച കുറവുമാണ് എന്നർത്ഥം. 2 മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ടാറ്റയുടെ സ്മാൾ ക്യാപ്പും ഒന്ന് SBIയുടെ സ്മാൾ ക്യാപ്പും. ഇതിൽ 3 വർഷത്തെ ഡാറ്റയും 5 വർഷത്തെ ഡാറ്റ എടുക്കുന്നു. 3 വർഷത്തിൽ അതിൻ്റെ റിട്ടേൺ എത്ര വന്നു? ഇവിടെ ടേബിൾ കാണുന്ന പോലെ ഫസ്റ്റ് നമുക്ക് ടാറ്റ സ്മാൾ ക്യാപ്പ് ഫണ്ടിൻ്റെ നോക്കാം. അതിൻ്റെ 3 വർഷത്തെ CAGR എന്ന് പറയുന്നത് 14.5% ആണ്. അതിൻ്റെ 3 വർഷത്തെ കറക്ഷനിൽ, അതായത് ആ ഒരു 3 വർഷം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറക്ഷൻ വന്നത് 2024 28% കറക്ഷൻ വന്നു. അതിൻ്റെ കാൽമൽ റേഷ്യോ എന്ന് പറയുന്നത് 0.52 ആണ്. ഇതേപോലെ 5 വർഷത്തെ ഡാറ്റ എടുക്കുന്നു. 5 വർഷത്തെ റിട്ടേൺ 18.45. അതിൽ 2022 24 വന്ന കറക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 34% താഴ്ച വന്നു. അതിൻ്റെ കാൽമൽ റേഷ്യോ എന്ന് പറയുന്നത് 0.54 ആണ്. അപ്പോൾ കാൽമൽ റേഷ്യോ ഇതിന് കുറവാണ് എന്നർത്ഥം. ഇനി SBIയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ കാൽക്കുലേഷൻ നമ്മൾ SBIയിൽ നടത്തുന്നു. പക്ഷേ SBIയിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ കാൽമൽ റേഷ്യോ ഈ സ്ഥലത്ത് നിൽക്കുന്നത് 0.72, അതേപോലെ 0.82. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഈ 0.52നേക്കാളും എന്തുകൊണ്ടും കൂടുതലാണ്. 3 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കിയാലും 5 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാൽമൽ റേഷ്യോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് SBI സ്മാൾ ക്യാപ്പിനാണ്. അപ്പോൾ SBI സ്മാൾ ക്യാപ്പിൻ്റെ വീഴ്ചയുടെ ആഘാതം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ടാറ്റയുടെ സ്മാൾ ക്യാപ്പിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അത് കാണിക്കുന്നത് ആക്ച്വലി ഒരു ഫണ്ട് മാനേജറുടെ സ്കില്ലാണ്. നല്ല ഫണ്ട് മാനേജറാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കാൽമൽ റേഷ്യോ കൂടിയിട്ട് നിൽക്കും എന്നോർക്കുക. ഒരു മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടായിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ക്വാർട്ടൈലെ റാങ്കിങ്, രണ്ടാമത് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ വേഴ്സസ് ബെഞ്ച് മാർക്ക് റിട്ടേൺ, മൂന്നാമതായിട്ട് പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ, നാലാമതായിട്ട് കാൽമൽ റേഷ്യോ. ഇതിലുള്ള ചില പാരാമീറ്റേഴ്സ് നിങ്ങൾ കേട്ട് കാണും, ചില പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് വളരെ പുതിയതായിരിക്കാം. നിങ്ങൾ ഈ പാരാമീറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അറിവ് കിട്ടി. ഈ അറിവനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇതിൻ്റെ ഒരു അനാലിസിസ് നടത്തുക. വേണ്ടാത്ത മ്യൂച്വൽ ഫണ്ടുകളെ എത്രയും വേഗം എക്സിറ്റ് ചെയ്യുകയും നല്ല മ്യൂച്വൽ ഫണ്ടിലോട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച മറ്റു വീഡിയോസായിട്ട് വീണ്ടും കാണാം. യൂട്യൂബിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പർ കമ്മ്യൂണിറ്റി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഈ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തവരുടെ ഫീഡ്ബാക്ക്സ് വളരെ എക്സലൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ അടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കും ഇതിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്. വളരെ ആക്റ്റീവായി പോകുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ എവറി ഡേ ഒന്നോ അതിലധികമോ പോസ്റ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുന്ന ട്രേഡുകളാണെങ്കിലും നമ്മൾ പേഴ്സണലായിട്ട് എക്സിറ്റ് ചെയ്യുന്ന സ്റ്റോക്ക്, ETF, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എവിഡൻസോട് കൂടെ നമ്മൾ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. മെമ്പേഴ്സ് ഇതുവരെ ജോയിൻ ചെയ്തവർ ആരും തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ടില്ല. വളരെ ആക്റ്റീവായിട്ട് ഈ കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്.